ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് 20 മാർക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 10th പ്രിലിംസിനും എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ കൂടെ സെയിൽസ്മാൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. സെയിൽസ്മാനും ഒറ്റ പരീക്ഷയുണ്ട്. അതിനും 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിനുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. മീഷൽ മാർട്ടിൻ എന്ന് പറയുന്നത് അയർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മീഷൽ മാർട്ടിൻ. അദ്ദേഹം ആരാണ്? അയർലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മീഷൽ മാർട്ടിൻ. 2022 വരെ പ്രധാനമന്ത്രിയായിരുന്നു. തുടർന്ന് ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മാർട്ടിൻ. ഫിയാന ഫോയിൽ പാർട്ടി നേതാവാണ്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഡോക്ടർ വി നാരായണൻ. ഇപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ISROയുടെ ചെയർമാനായിട്ട് പുതിയതായി ചുമതലയേറ്റ വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ഇദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം നടന്ന ആദ്യത്തെ വിക്ഷേപണമാണ് NVS-02. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് നോക്കുമ്പോൾ ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റ വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ S സ്വാമിനാഥൻ്റെ പിൻഗാമിയായിട്ടാണ് ചുമതലയേറ്റത്. ഇദ്ദേഹം ആരാണ്? രാജേന്ദ്ര അർലേക്കർ. നമ്മുടെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. നമ്മുടെ കേരള ഗവർണറായി പുതിയതായി ചുമതലയേറ്റ വ്യക്തിയാണ് രാജേന്ദ്ര അർലേക്കർ. ആര് മാറിയിട്ടാണ് വന്നത്? ആരിഫ് മുഹമ്മദ് ഖാന് പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹം വന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടുത്തെ ഗവർണറാണ്? ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാർ ഗവർണറായിട്ട് നിയമിതനായി. ഈ രാജേന്ദ്ര അർലേക്കർ എന്ന് പറഞ്ഞ വ്യക്തി ഗോവ സ്വദേശിയാണ്. രാജേന്ദ്ര അർലേക്കർ എവിടുത്തുകാരനാണ്? ഗോവ സ്വദേശിയാണ്. അപ്പോൾ നമുക്ക് ഇവരെ മൂന്നുപേരും കൂടെ ഒന്നും കൂടി നോക്കാം. മീഷൽ മാർട്ടിൻ ആരാണ്? അയർലൻഡ് പ്രധാനമന്ത്രി. മാർട്ടിൻ ഫിയാന ഫോയിൽ പാർട്ടി നേതാവാണ്. അടുത്തത് ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാൻ. രാജേന്ദ്ര അർലേക്കർ ആരാണ്? നമ്മുടെ കേരള ഗവർണറാണ്. മുൻപ് ഇദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു. നമ്മുടെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ ഗവർണറായി ചുമതലയേറ്റു. രാജേന്ദ്ര അർലേക്കർ ഗോവ സ്വദേശിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് അഞ്ജു ബോബി ജോർജിന് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. അഞ്ജു ബോബി ജോർജ് ആരായിട്ടാണ് തിരഞ്ഞെടുത്തത്? AFIയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റു. കമ്മീഷൻ അംഗമായിട്ട് MD വത്സമ്മയെയും നിയോഗിച്ചു. ഇനി അടുത്താണ് ദേവജിത് സൈക്കിയ. BCCIയുടെ പുതിയ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റിയ ആളാണ് ദേവജിത് സൈക്കിയ. എന്താണ്? BCCIയുടെ പുതിയ സെക്രട്ടറി ദേവജിത് സൈക്കിയ. അപ്പം നമ്മൾ 5 പേരെ പഠിച്ചു. മീഷൽ മാർട്ടിൻ അയർലൻഡ് പ്രധാനമന്ത്രി, ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാൻ, അഞ്ജു ബോബി ജോർജ് AFIയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷ, ദേവജിത് സൈക്കിയ BCCIയുടെ പുതിയ സെക്രട്ടറി, രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഇവൻറ്റ്സിലേക്ക് പോകാം. സന്തോഷ് ട്രോഫി ഇപ്രാവശ്യം ബംഗാളാണ് സ്വന്തമാക്കിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? നമ്മളെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തെ പരാജയപ്പെടുത്തി ബംഗാൾ സ്വന്തമാക്കി. എവിടെ വെച്ച് കളി നടന്നു? ഹൈദരാബാദിലാണ് ടൂർണമെൻറ്റ് നടന്നത്. ഹൈദരാബാദിൽ നടന്ന ടൂർണമെൻറ്റിൽ കേരളത്തെ പരാജയപ്പെടുത്തി ബംഗാൾ സന്തോഷ് ട്രോഫി നേടി. ബംഗാളിൻ്റെ എത്രാമത്തെ വിജയമാണിത്? 34ാമത്തെ വിജയമാണ് ഇത്.
അപ്പോൾ സന്തോഷ് ട്രോഫി ബംഗാളിന് കിട്ടി, കേരളത്തെ പരാജയപ്പെടുത്തി 34ാമത്തെ ട്രോഫിയാണ് ബംഗാളിന് കിട്ടിയത്. സന്തോഷ് ട്രോഫിയിൽ ബംഗാളിൻ്റെ 34ാം തവണയാണ് ബംഗാൾ ജയിക്കുന്നത്. അടുത്തത് ഖോ ലോകകപ്പ്. ഡൽഹിയിൽ നടന്ന ഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമുകളാണ്, പുരുഷ ടീമിലും വനിതാ ടീമിലും ആരാണ് ജയിച്ചത്? ഇന്ത്യൻ ടീമാണ് ജയിച്ചത്. ആരൊക്കെ ജയിച്ചു? പുരുഷ ടീമിലും വനിതാ ടീമിലും ഖോയ്ക്ക് നമുക്കാണ് കിട്ടിയത്, ഇന്ത്യക്കാണ് കിട്ടിയത്. ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് നടന്ന ലോകകപ്പിൻ്റെ ഉദ്ഘാടന പതിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 24 രാജ്യങ്ങൾ പങ്കെടുത്തു. അപ്പോൾ ഖോയിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മളാണ് വിന്നർ, അതായത് ഇന്ത്യയാണ് വിന്നർ. 24 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറാണ് ജേതാവായത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ ജേതാവായി. തുടർച്ചയായി 2ാം തവണയാണ് സിന്നർ കിരീടം നേടുന്നത്. വനിതാ സിംഗിൾസിൽ US താരം മാഡിസൺ കീസ് ജേതാവായി. അപ്പോൾ പുരുഷ സിംഗിൾസിൽ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ, പുരുഷ വിഭാഗം സിംഗിൾസ് ഇറ്റലിയുടെ യാനിക് സിന്നർ, വനിതാ സിംഗിൾസ് USൻ്റെ മാഡിസൺ കീസിൻ്റെ കന്നി ഗ്രാൻഡ് സ്ലാമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കിരീട നേട്ടം കന്നി ഗ്രാൻഡ് സ്ലാമാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ഇറ്റലിയുടെ യാനിക് സിന്നർ, വനിതാ വിഭാഗം മാഡിസൺ കീസ്. എവിടുത്തെ അവർ US താരമാണ്. അവരുടെ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടമാണിത്. ഓക്കെ. സന്തോഷ് ട്രോഫി ബംഗാളിന് കിട്ടി, കേരളം പരാജയപ്പെട്ടു. ബംഗാളിലെ 34ാമത്തെ ജയമാണിത്. ഖോ ലോകകപ്പ് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്കാർ കിരീടം നേടി. 24 രാജ്യങ്ങളാണ് മൊത്തം പങ്കെടുത്തത്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്. വനിതാ വിഭാഗത്തിൽ US താരം മാഡിസൺ കീസ്. ഓക്കെ. ഇനി നമുക്ക് ISROയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ISROയുടെ എന്താണ് ഡോക്കിംഗ്? ഇസ്രോ ഡോക്കിംഗ്. എന്താണ് ഡോക്കിംഗ്? ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്. രണ്ട് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ISROയുടെ ഡോക്കിംഗ് ദൗത്യമായ സ്പെഡെക്സ് എപ്പോഴാണ് വിക്ഷേപിച്ചത്? ജനുവരി 17-നാണ് വിക്ഷേപിച്ചത്. റഷ്യ, US, ചൈന എന്നിവയ്ക്ക് പിന്നാലെ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ്? 4ാമത്തെ രാജ്യമാണ്. ISROയുടെ ഡോക്കിംഗ് ദൗത്യമായ സ്പെഡെക്സ് ജനുവരി 17-നാണ് വിക്ഷേപിച്ചത്. ജനുവരി 17-ന് വിജയിച്ചു. 2 ഉപഗ്രഹങ്ങൾ ബഹിരാകാശം സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിത്ത് പരീക്ഷണം നടത്തിയായിരുന്നു. ജനുവരി 5-നാണ് വിജയം കൈവരിച്ചത്. ISROയുടെ സ്പെഡെക്സ് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം 4 എന്ന പേടകത്തിലാണ്. എവിടെയാണ് വിത്ത് പരീക്ഷണത്തിന് വേണ്ടി വിക്ഷേപിച്ച പേടകമാണ്? പോയം 4 പേടകത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ സ്ഥാപിച്ചിരുന്ന വൻപയർ വിത്താണ് മുളച്ചത്. ബഹിരാകാശത്തെ ഇന്ത്യയുടെ വിത്ത് പരീക്ഷണം വിജയിച്ചു. ISROയുടെ സ്പെഡെക്സ് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം 4-ലാണ് വിത്ത് പരീക്ഷണം നടത്തിയത്. ഇനി അടുത്ത റെക്കോർഡ് ടോട്ടൽ. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏകദിന ടോട്ടൽ എന്ന ബഹുമതി ഇന്ത്യൻ വനിതാ ടീം സ്വന്തമാക്കി. അയർലൻഡിനെതിരെ 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസ് നേടിയാണ് ഇന്ത്യൻ വനിതാ ടീം റെക്കോർഡ് സൃഷ്ടിച്ചത്. ഇനി ISRO ശതകം, അതായത് 100ാമത്തെ ദൗത്യമായിട്ട് GSLV-15 റോക്കറ്റ് NVS-02 എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. നമ്മുടെ V നാരായണൻ ISRO ചെയർമാനായതിനു ശേഷം നടന്ന ആദ്യത്തെ ദൗത്യമാണ് 100ാമത്തെ ദൗത്യം. അത് ഏത് ഉപഗ്രഹത്തെയാണ് വിക്ഷേപിച്ചത്? NVS-02. ഏത് റോക്കറ്റ് വെച്ചിട്ടാണ് വിക്ഷേപിച്ചത്? GSLV-15 റോക്കറ്റ് വെച്ചിട്ട് NVS-02 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചതാണ് 100ാമത്തെ വിക്ഷേപണ ദൗത്യം.
അതായത് വി നാരായണൻ ചുമതലയേറ്റതിനു ശേഷം നടന്ന ആദ്യ വിക്ഷേപണമാണ് NVS-02. അത് ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യമാണ്. ISROയുടെ GSLV-15 റോക്കറ്റ് NVS-02 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചതാണ് 100ാമത്തെ വിക്ഷേപണ ദൗത്യം. ഇനി അടുത്ത എന്താണ് ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് നോക്കാം. ഭൂമി ഇനി എത്ര കാലം അതിജീവിക്കുമെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ക്ലോക്കാണ് ഡൂംസ് ഡേ ക്ലോക്ക്. ഭൂമി ഇനി എത്ര കാലം അതിജീവിക്കുമെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന ക്ലോക്കാണ് ഡൂംസ് ഡേ ക്ലോക്ക്. അത് സ്ഥാപിച്ചത് 1947 ബുള്ളറ്റിൻ ഓഫ് അറ്റോമിക് സയൻറ്റിസ്റ്റ് എന്ന കൂട്ടായ്മയാണ് ഇത് സ്ഥാപിച്ചത്. ജനുവരി 30 അതിൽ 1 സെക്കൻഡ് കുറഞ്ഞ് 89 സെക്കൻഡായി മാറി. ഡൂംസ് ഡേ ക്ലോക്കിൽ 1 സെക്കൻഡ് കുറഞ്ഞ് 89 സെക്കൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൂംസ് ഡേ ക്ലോക്ക്? ഭൂമി ഇനി എത്ര കാലം അതിജീവിക്കുമെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതാണ് ഡൂംസ് ഡേ ക്ലോക്ക്. അതിൽ 1 സെക്കൻഡ് കുറഞ്ഞ് 89 സെക്കൻഡായി മാറിയിട്ടുണ്ട്. ഇനി സാറ്റലൈറ്റ് വീഡിയോ കോള് എന്താണെന്ന് നോക്കാം. അതായത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് സഹായത്തോടെ മൊബൈലിലേക്ക് വീഡിയോ കോൾ സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് സാറ്റലൈറ്റ് വീഡിയോ കോൾ. അത് വോഡഫോൺ ആണ് ഈ സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പോൾ സാറ്റലൈറ്റ് വീഡിയോ കോൾ ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? വോഡഫോൺ. എന്താണ് ഡൂംസ് ഡേ ക്ലോക്ക്? ഭൂമി ഇനി എത്ര കാലം അതിജീവിക്കുമെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതാണ് ഡൂംസ് ഡേ ക്ലോക്ക്. ഡൂംസ് ഡേ ക്ലോക്കിൽ 1 സെക്കൻഡ് കുറഞ്ഞ് 89 സെക്കൻഡായി മാറിയിട്ടുണ്ട്. ISROയുടെ 100ാമത്തെ ദൗത്യമാണ് GSLV-15 റോക്കറ്റിൽ വിക്ഷേപിച്ച NVS-02. വി നാരായണൻ ISRO ചെയർമാനായി ചുമതലയേറ്റതിനു ശേഷം നടന്ന ആദ്യ ദൗത്യം കൂടിയാണ് NVS-02. ഇനി എന്താണ് ഡോക്കിംഗ്? ഡോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്. ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് പരീക്ഷ വിജയിച്ച 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, USA, ചൈന. ISRO വിത്ത് പരീക്ഷണം നടത്തിയായിരുന്നു. വിത്ത് പരീക്ഷണത്തിന് വേണ്ടി സ്പെഡെക്സ് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച POEM-4 എന്ന പേടകത്തിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥാപിച്ചിരുന്ന വൻപയർ വിത്താണ് മുളച്ചത്. ക്രിക്കറ്റിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ ഏകദിന ടോട്ടൽ എന്ന ബഹുമതി ഇന്ത്യൻ വനിതാ ടീമാണ് സ്വന്തമാക്കിയത്. അയർലാൻഡിനെതിരെ 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസ് നേടിയാണ് ഇന്ത്യൻ വനിത റെക്കോർഡ് സൃഷ്ടിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായെന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമുക്ക് പേഴ്സൺസ് നോക്കാം. ജസ്റ്റിൻ ട്രൂഡോ ആരാണ്? കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 7 രാജിവെച്ചു. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്ന ആളാണ് ജസ്റ്റിൻ ട്രൂഡോ. ഇനി സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് സുനിത വില്യംസ്. 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശത്ത് നടന്നാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് റെക്കോർഡ് സൃഷ്ടിച്ചത്. സുനിത വില്യംസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി അടുത്ത് ഡോക്ടർ KS മണിലാൽ. അദ്ദേഹം അന്തരിച്ചു. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമാണ് ഡോക്ടർ KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ KS മണിലാലാണ്. അടുത്ത ഓർത്തിരിക്കേണ്ട വ്യക്തിത്വമാണ് കരുൺ നായർ. കരുൺ നായർ ആരാണ്? ലിസ്റ്റ് മത്സരങ്ങൾ പുറത്താകാതെ കൂടുതൽ റൺസ് നേടിയതിൻ്റെ ലോക റെക്കോർഡിന് മുൻ ഇന്ത്യൻ താരമായ മലയാളി ക്രിക്കറ്റർ കരുൺ നായർ അർഹനായി. വിജയ് ഹസരെ ട്രോഫിയിൽ വിദർഭയ്ക്ക് വേണ്ടി 5 മത്സരങ്ങളിൽ നിന്ന് പുറത്താകാതെ 542 റൺസ് നേടിയാണ് റെക്കോർഡ്. ഇനി നമുക്ക് ഏക വ്യക്തി നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് നോക്കാം. ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് ഏക വ്യക്തി നിയമം പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ഏക വ്യക്തി നിയമം പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ജനുവരി 28 പാസാക്കിയത്, പ്രാബല്യത്തിലായത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഏതാണ്? ഏക വ്യക്തി നിയമം പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇനി ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ആരും കൂടെ വന്നു? ഇന്തോനേഷ്യയും കൂടെ വന്നു.
സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗത്വം ലഭിച്ചു. ജനുവരി 7 ഇന്തോനേഷ്യ അംഗത്വം സ്വീകരിച്ചത്, അംഗമായി പ്രഖ്യാപിച്ചത്. ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബ്രസീലാണ് ജനുവരി 7 ഇന്തോനേഷ്യ അംഗമായത് പ്രഖ്യാപിച്ചത്. നമ്മൾ 2009 ബ്രിക്സ് കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഇന്ത്യ, ബ്രസീൽ, BRICS, ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 ബ്രിക്സ് രൂപീകരിച്ചത്. ഇന്തോനേഷ്യ ജനുവരി 7 പുതിയ അംഗമായി കയറി. ഇനി ഗാസയിൽ 15 മാസം പിന്നിട്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചു. അതായത് ഗാസയിൽ ഒത്തുതീർപ്പാക്കിയിട്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ജനുവരി 19 നിലവിൽ വന്നു. ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ചേർന്ന സമാധാന നീക്കങ്ങൾക്ക് ശേഷമാണ് ജനുവരി 17 ഇസ്രായേലിൻ്റെ പൂർണ്ണ മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകിയതോടാണ് കരാറായത്. അപ്പോൾ ഇതിൽ മധ്യസ്ഥം വഹിച്ച രാജ്യം ഏതാണ്? ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് നടന്ന സമാധാന നീക്കങ്ങളിലൂടെയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ജനുവരി 19 നിലവിൽ വന്നത്. US പിന്മാറ്റം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്ന ഉത്തരവുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 21 ഒപ്പുവെച്ച്. അതായത് ഇന്നത്തെ പേപ്പറിൽ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ജോ ബൈഡൻ പ്ലാസ്റ്റിക് സ്ട്രോ യൂസ് ചെയ്യരുതെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രംപ് കയറിയ പാടെ അതെല്ലാം മാറ്റി എന്ത് ചെയ്തു? പ്ലാസ്റ്റിക് സ്ട്രോ യൂസ് ചെയ്യാം, പ്രകൃതിക്ക് കുഴപ്പമൊന്നുമില്ല, വൺ ടൈം സ്ട്രോ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്ന ഉത്തരവുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒപ്പുവെച്ച് വന്ന് കയറിയപ്പോൾ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവാർഡാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിനാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് ലഭിച്ചത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ബ്രേഡി കോർബറ്റ്. ഇദ്ദേഹമാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന ആളെ കണ്ടോ, അദ്ദേഹമാണ് മികച്ച സംവിധായകൻ. ആരാണ്? ബ്രേഡി കോർബറ്റ്. എന്താണ് മികച്ച സംവിധായകൻ? ആരാണ്? ബ്രേഡി കോർബറ്റ്. ഏഡ്രിയൻ ബ്രോഡി മികച്ച നടനും. എല്ലാം പേരെല്ലാം ഏകദേശം ഒരുപോലെയാണ്. ബ്രേഡി കോർബറ്റ് മികച്ച സംവിധായകൻ. മികച്ച നടനാണ് ഏഡ്രിയൻ ബ്രോഡി. എല്ലാം പാടകളിയാണ്. ഏഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ. ഫെർണാണ്ട ടോറസ് മികച്ച നടി. മികച്ച ഇംഗ്ലീഷ് ഇതര ചിത്രമാണ് എമിലിയ പെരേസ്. ഫ്രഞ്ച് ചിത്രമാണ്. എമിലിയ പെരേസ് ആണ് മികച്ച ഇംഗ്ലീഷ് ഇതര ചിത്രം. അപ്പോൾ 82ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് കൊടുത്തത്. ദ ബ്രൂട്ടലിസ്റ്റ് അതിനാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുക. അതിലൊരു ബ്രായുണ്ട്. ആ ബ്രേഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകൻ. അതേപോലെ തന്നെ ഏഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ. ഫെർണാണ്ട ടോറസ് നടിയായി. മികച്ച ഇംഗ്ലീഷ് ഇതര ചിത്രമാണ് എമിലിയ പെരേസ്. ഇനി അടുത്താണ് ഫ്രീഡം മെഡൽ. US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിൻ്റെ ഫ്രീഡം മെഡലിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അർഹനായി. എന്താണ് ഫ്രീഡം മെഡൽ? US പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഫ്രീഡം മെഡൽ. അത് കിട്ടിയത് ആർക്കാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ് കൊടുത്തത്. ആരാണ് കൊടുത്തത്? ജോ ബൈഡനാണ് കൊടുത്തത്. ഇനി നമുക്ക് പത്മ പുരസ്കാരങ്ങളിലേക്ക് പോകാം. മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ഉൾപ്പെടെ 7 പേർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. എത്ര പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്? 7 പേർക്ക് ലഭിച്ചു. MT വാസുദേവൻ നായർ ഉൾപ്പെടെ 7 പേർക്ക് കിട്ടി. ജനുവരി 26 പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹരായി. ജനുവരി 26 ഇതെല്ലാം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. ഹോക്കി താരം PR ശ്രീജേഷ്, നടി ശോഭന എന്നിവർക്ക് പത്മഭൂഷൺ കിട്ടിയത് ആർക്കൊക്കെയാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, ഹോക്കി താരം PR ശ്രീജേഷ്, നടി ശോഭന. മൊത്തം 19 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. മലയാളികളായിട്ടുള്ള ആർക്കൊക്കെയാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം,
ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. ഹോക്കി താരം PR ശ്രീജേഷ്, നടി ശോഭന എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഇനി അടുത്തത് IM വിജയൻ, അതായത് ഫുട്ബോൾ താരം IM വിജയൻ, സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടി, മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദൊരൈ എന്നിവർക്ക് പത്മശ്രീ ലഭിച്ചു. പത്മശ്രീ ലഭിച്ചത് ആരൊക്കെയാണ്? IM വിജയന് ഫുട്ബോൾ, ഡോക്ടർ K ഓമനക്കുട്ടി സംഗീതജ്ഞ, ഗുരുവായൂർ ദൊരൈ മൃദംഗ വിദ്വാൻ എന്നിവർക്ക് പത്മശ്രീ ലഭിച്ചു. 19 പേർക്കാണ് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ. അപ്പോൾ പത്മവിഭൂഷൺ 7 പേർക്ക്, അതിലൊരാൾ MT വാസുദേവൻ നായരാണ്. പത്മഭൂഷൺ 19 പേർക്ക്, അതിലുള്ള മലയാളികളാണ് ഡോക്ടർ ജോസ് ചാക്കോ പുലിപുറം, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ, ആദ്യമായി ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഹോക്കി താരമാണ് PR ശ്രീജേഷ്, ശോഭന നടിയാണ്. ഇനി പത്മശ്രീ കിട്ടിയതാണ് IM വിജയം, ഫുട്ബോൾ താരം, ഡോക്ടർ K ഓമനക്കുട്ടി, ആരാണ് അവർ? സംഗീതജ്ഞ, മൃദംഗ വിദ്വാനാണ് ഗുരുവായൂർ ദൊരൈ. ഇനി ഖേൽരത്ന പുരസ്കാരം ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയത് D ഗുഗേഷ് ചെസ്, മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? D ഗുഗേഷ് ചെസ്, മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച പാരാ അത്ലറ്റിക് ആരാണ്? പ്രവീൺ കുമാർ. D ഗുഗേഷ് ചെസ്, മനു ഫാക്കർ ഷൂട്ടിംഗ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. ഇനി നമുക്ക് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരനാണ്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരനാണ്. അതേപോലെ തന്നെ സജൻ പ്രകാശിന് അർജുന അവാർഡ് ലഭിച്ചു. സജൻ പ്രകാശ് എന്ന് പറയുന്നത് നീന്തൽ താരമാണ് സജൻ പ്രകാശ്. അദ്ദേഹം മലയാളിയായ നീന്തൽ താരം സജൻ പ്രകാശിന് അർജുന അവാർഡ് ലഭിച്ചു. ICC പുരസ്കാരം 2024 മികച്ച താരത്തിനുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്കാണ് എന്ത് കിട്ടിയത്? ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. ICCയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2024 കിട്ടിയത് ആർക്കാണ്? ജസ്പ്രീത് ബുംറ. അദ്ദേഹം ആരാണ്? പേസ് ബോളറാണ് ജസ്പ്രീത് ബുംറ. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റുള്ള പുരസ്കാരവും ബുംറയ്ക്ക് തന്നെയാണ്. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർക്കുള്ള പുരസ്കാരവും ബുംറയ്ക്ക് തന്നെയാണ്. വനിതാ ഏകദിന ക്രിക്കറ്ററായിട്ട് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയെ തിരഞ്ഞെടുത്തു. മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റർ ആരാണ്? ഇന്ത്യയുടെ സ്മൃതി മന്ദാന. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. 2024 മികച്ച ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണ്? ജസ്പ്രീത് ബുംറ. മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററുള്ള പുരസ്കാരവും ബുംറയ്ക്ക് തന്നെയാണ്. മികച്ച വനിതാ ഏകദിന ക്രിക്കറ്ററായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാനയാണ്. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K അരവിന്ദാക്ഷൻ്റെ ഏത് നോവലിനാണ് കിട്ടിയത്? ഗോപ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. എന്തിനു വേണ്ടിയാണ് ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത്? മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പോൾ നമ്മൾ ജനുവരിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് മെസ്സേജായിട്ടും പിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.